അൽനമ മെഡിക്കൽ സെന്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദർ അൽ സമ, മാർസ് ഹൈപ്പർ മാർക്കറ്റ്, ക്യൂൻസ് റെസ്റ്റോറൻറ്റ്, രാജീവ് ട്രാവൽ ആൻഡ് ടൂറിസം, തട്മു ട്രാവൽസ് ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, ബദറിൻ്റെ ചരിത്രം കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ പുണ്യമാസം. ഏവർക്കും റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം വിശുദ്ധ ഖുർആനിലൂടെ. അൽഹംദുലില്ലാഹില്ലദീ ഫളല ലനാ ശഹ്റ റമളാൻ ശഹ്റുൽ അഫ്വി വൽ ഗുഫ്റാൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وأصحابه وسلم تسليما كثيرا كثيرا. പ്രിയപ്പെട്ട ജീവൻ TV ഒമാനിയം പ്രേക്ഷകർക്ക് ആദ്യമായി ഹൃദ്യമായ റമളാൻ കരീം. പുണ്യങ്ങളുടെ പൂക്കാലം, അനുഗ്രഹങ്ങളുടെ കലവറയില്ലാത്ത നിറവസന്തം, വിശ്വാസി സമൂഹത്തിനാകമാനം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സുന്ദരമായ നാളുകളാണ് പരിശുദ്ധവും പരിപാവനവുമായ റമളാൻ. പിന്നിട്ട ജീവിതത്തിൽ നീണ്ട 11 മാസക്കാലം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിനടിമപ്പെട്ടും പൈശാചിക ദുർബോധനത്തിന് വശംവദരായും ശാരീരേച്ഛകളുടെ കടിഞ്ഞാണില്ലാതെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരേച്ഛകൾക്ക് വഴിപ്പെട്ടും സ്വാർത്ഥവും സങ്കുചിതവുമായ ചിന്താഗതികൾക്ക് അടിമപ്പെട്ട് ശരീരവും മനസ്സും സമർപ്പിച്ച വിശ്വാസികൾക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരായി, ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ മന്ദമാരുതനായി കടന്നു വന്ന എണ്ണപ്പെട്ട ദിനരാത്രങ്ങളാണ് പരിശുദ്ധവും പരിപാവനവുമായ റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ വളരെ വ്യക്തമായ നിലയിൽ പറഞ്ഞു, നോമ്പ് ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടും സംസ്കരണത്തിനും വേണ്ടിയിട്ടാണ് പുണ്യ റമളാൻ കടന്നു വന്നത്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പ് ഞാൻ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ എന്നാൽ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ. എന്താണ് നോമ്പിൽ നിന്ന് ഒരു മനുഷ്യന് കിട്ടേണ്ടുന്നത്? അവൻ്റെ ജീവിതത്തെ സംശുദ്ധീകരിക്കുക, സ്ഫുടം ചെയ്തെടുക്കുക. അതാണ് നോമ്പിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം. നല്ല മനം മടുക്കുന്ന ശീതള പാനീയങ്ങൾ അവൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ ഇതെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവൻ വെടിയുകയാണ് നോമ്പിൻ്റെ പകലിൽ. അങ്ങനെയുള്ള നോമ്പുകാരൻ ആ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ, രാജസയ്യിദായ അള്ളാഹുവേ, നിൻ്റെ തൃപ്തിക്ക് വേണ്ടി, നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എല്ലാം ഞാൻ ത്യജിച്ചവനാണ് എന്ന ഒരു വിശ്വാസത്തിലിരിക്കുന്ന വിശ്വാസി ദൈവഹിതത്തിന് വേണ്ടി ദേഹേച്ഛകളെ കടിഞ്ഞാണിടുന്നതാണ് നോമ്പിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം. പുന്നാര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹങ്ങളുടെ നിറവസന്തമായ പരിശുദ്ധമായ റമളാനിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ 4 കാര്യങ്ങളെക്കുറിച്ച് ഫസ്തക്സിറു ഫീഹി അർബഉ ഖിസാൽ, 4 കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക. എന്നിട്ട് പുന്നാര പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ 4 കാര്യങ്ങൾ അമ്മൽ ഖസ്ലതാനുല്ലതാനി തുർലൗന ബിഹിമാ റബ്ബക്കും, അതിൽ 2 കാര്യങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾക്ക് സംതൃപ്തിപ്പെടുത്താനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് സമ്പാദിക്കാനും കഴിയുന്നതാണ്. പിന്നെയുള്ള 2 കാര്യങ്ങൾ നിങ്ങളുടെ പാരത്രികമായ മോക്ഷത്തിനും അത് അത്യന്താപേക്ഷിതമാണ്. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ദുആയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന ദുആയും അതോടൊപ്പം തന്നെ റമദാനിൻ്റെ ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10 അള്ളാഹുവിൻ്റെ കോടാനുകോടി അനുഗ്രഹങ്ങൾ ഭൂമി ലോകത്തുള്ള മുഴുവൻ വിശ്വാസി സമൂഹത്തിലേക്കും ചൊരിഞ്ഞു കൊടുക്കുന്ന പവിത്രമായ അനുഗ്രഹീതമായ നാളുകളാണ്. ആ നാളുകളിൽ ഓരോ വിശ്വാസിയും അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുവേ എനിക്ക് നീ കരുണ ചെയ്യണേ തമ്പുരാനെ എന്ന ദുആ ഓരോ വിശ്വാസിയും റമദാനിൻ്റെ ആദ്യത്തെ 10 നാളിലും അവൻ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ട്. റമദാനുമായി ബന്ധപ്പെട്ട മറ്റിതര കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കേവർക്കും റമദാൻ കരീം. I can wait to hold you close by. I can see the world in your hands, see you growing all the way. You are the sun in my eyes, grow all the way. Na 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 na, grow all the way. Na 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 na. Your world is in our hands. Na 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 na. Your world is in our hands. Care is divine. We promote it with a heart. Badr Al Suma Group of Hospitals. Modern healthcare, human care. സംസ്കാരങ്ങളുടെ സംഗമം, രുചിഭേദങ്ങളുടെ സമന്വയം. ചൈനീസ്, ഇന്ത്യൻ, ടർക്കിഷ്, അറബിക് വിഭവങ്ങളുടെ വൈവിധ്യസമ്പൂർണമായ കലവറ. 14 വർഷം പിന്നിട്ട പാചക നൈപുണ്യത്തിന്റെ ഇതിഹാസം. ക്വീൻസ് റെസ്റ്റോറന്റ്, അൽക്വയർ, മസ്കറ്റ്. ഇനി ഒമാനിലൂടെ ഒരു യാത്ര. ഹവിയത്തുൻ നജൂം, എക്കാലത്തും ശരീരത്തിനും മനസ്സിനും കുളിരി നൽകി സഞ്ചാരികൾക്കിടയിൽ വ്യത്യസ്തമാകുകയാണ് കൊറിയാത്തിലെ നക്ഷത്രക്കുളം. ഹവിയത്തുൻ നജൂം അഥവാ ബിംബ സിംഗ് ഹോൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആശ്ചര്യപ്പെടുത്തുന്ന 10 സിംഗ് ഹോളിൽ ഒമാനിലെ ബിംബ സിംഗ് ഹോൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സെൻട്രൽ അമേരിക്ക, വെനിസുല, ഇസ്രായേൽ, സ്പെയിൻ, നോർത്ത് അമേരിക്ക, ചൈന, ഫ്ലോറിഡ എന്നീ സ്ഥലങ്ങളിലാണ് പ്രശസ്തമായ സിംഗ് ഹോളുകൾ സ്ഥിതി ചെയ്യുന്നത്. ഹവിയത്തുൽ നജൂം എന്നതിനർത്ഥം ഇംഗ്ലീഷിൽ ഫ്ലാഗിംഗ് സ്റ്റാർസ് എന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നക്ഷത്രം പതിച്ചുണ്ടായ ഒരു വലിയ കുളമാണ് ഇത് എന്നതാണ് പഴമവിശ്വാസം. ശാസ്ത്രീയമായി യാതൊരടിസ്ഥാനമില്ലെങ്കിലും അങ്ങനെ വിശ്വസിക്കാനാണ് ഇവിടുത്തുകാർ ഇഷ്ടപ്പെടുന്നത്. ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും കൊറിയാത്ത് വഴി സൂറിലേക്ക് പോകുന്ന വഴിമധ്യയാണ് ഹവിയത്തുൽ നജൂം എന്ന സിംഗ് ഹോൾ സ്ഥിതി ചെയ്യുന്നത്. 50 മീറ്ററിലധികം വ്യാസമുള്ള വിശാലമായ കുളം മസ്കറ്റിൽ നിന്നും 125 കിലോമീറ്ററും കൊറിയാത്ത് സൂക്കിൽ നിന്ന് 35 കിലോമീറ്ററും അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുളം സ്ഥിതി ചെയ്യുന്ന ദബാബ് എന്ന ഗ്രാമം തന്നെ ഇപ്പോൾ അറിയപ്പെടുന്നത് ഹവിയത്തുൽ നജൂം എന്ന പേരിലാണ്. என் பேர் ஷங்கர். இது எங்கள் ஃபேமிலி, என் ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலி. நாங்கள்லாம் அங்கே மஸ்கட்டில் ஸ்டே பண்ணியிருக்கோம். வி ஆர் ஒர்க்கிங் இன் மஸ்கட். ஸோ இங்கே ஜஸ்ட் ஒரு வீக்கெண்ட்காக வி கேம் டு சிங்க் ஹோல். இது ரொம்ப அருமையான பிளேஸ். நீங்கள் பார்க்கலாம், ரொம்ப அருமையான கிரேடியன்ட் ஆஃப் வாட்டர் இருக்குது. டிஃப்ரெண்ட் கலர்ஸ் யூ கேன் சி. இது ரொம்ப டிஃப்ரெண்ட்டான எக்ஸ்பீரியன்ஸாக இருக்குது. இதுக்கு முன்னாடி நிறையா இடத்துக்கு போயிருக்கோம். பட் இதை மாதிரி ஒரு டிஃப்ரெண்ட்டான ஒரு பர்டிகுலர் பிளேஸில் ஒரு பீச் செட்டப் மாதிரி நாங்கள் பார்த்ததில்ல. குழந்தைங்களாம் ரொம்ப என்ஜாய் பண்ணுறாங்க. ஸோ we are having a very good time.
വിശാലമായ കുളത്തിലേക്കിറങ്ങാൻ 25 മീറ്ററിലധികം നീളമുള്ള കോണിയുമുണ്ട്. നല്ല തെളിഞ്ഞ തണുത്ത വെള്ളം എപ്പോഴും ഉണ്ടാകുമെന്നതാണ് കുളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. കുളത്തിൽ നീന്തിക്കുളിക്കാനുള്ള സൗകര്യവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒമാനിലെ ഈ സിങ്ക് ഹോൾ ഒരു വിസ്മയ വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ്. ബഹ്റിനിൽ സ്ഥിരതാമസക്കാരനായ അമേരിക്കൻ സ്വദേശി സാക് കാരിനോ ഹവിയത്തുൻ നുജൂം സന്ദർശിക്കുവാൻ സ്ഥിരമായി ഇവിടെ എത്തുന്നുണ്ട്. സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന സാക് സിങ്ക് ഹോളിലേക്ക് തലകീഴായി ചാടുന്നത് വിസ്മയമുളവാക്കുന്ന കാഴ്ച തന്നെയാണ്. Well, I like coming here because it's a great cliff to jump off of. You can do all sorts of flips and stuff, and the water is obviously crystal blue. I come in town from Bahrain, so this is way different. It's just Oman is so beautiful. It's a great place to jump, do flips and whatnot. It's fantastic. The water's a little salty, but it's good. Go jump off the cliff and everything. Yeah. This is probably my 4th time here. And I keep coming back. I come back every month or so just because the nature and it's beautiful to jump off the cliff too. നക്ഷത്രക്കുളത്തിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. സ്വദേശികളും വിദേശികളുമായി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. നക്ഷത്രം പതിച്ചുണ്ടായതാണ് ഈ കുളമെന്നതിന് കാര്യമായ ശാസ്ത്രീയ അടിസ്ഥാനമില്ലെന്നാണ് ഭൂമിശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മണ്ണും കല്ലുകളും ഒലിച്ചും പാറകൾ ദ്രവിച്ചുമാണ് നക്ഷത്രക്കുളം രൂപാന്തരപ്പെട്ടതെന്നും നക്ഷത്രവും ഉൽക്കയും വീണുണ്ടായതാണിതെന്ന അനുമാനം കേവലം നിഗമനം മാത്രമാണെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം കുളത്തിൽ അടിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള സമുദ്രത്തിലേക്ക് ചേരുന്ന വിശാലമായ ദ്വാരമുണ്ടെന്നത് സ്വദേശികൾ അടിവരയിട്ട് പറയുന്നു. സഞ്ചാരികളെ ആകർഷിക്കുവാൻ മസ്കറ്റ് നഗരസഭ 2003 ഒക്ടോബറിൽ കുളത്തിനു ചുറ്റും 1600 ചതുരശ്ര മീറ്ററിൽ വൃക്ഷങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് അതിസുന്ദരമായ ഒരു പാർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെയെത്തുന്ന ഓരോ സഞ്ചാരിക്കും ഹവിയത്തുൻ നുജൂം എന്നും ഒരു വിസ്മയം തന്നെയായിരുന്നു. Freshness all around, there's a whole lot of love, smiling faces, there's a whole lot of joy. Feel the difference, magic in the air, feel the difference, children having fun, moments are beautiful. Mars Hypermarkets and Shopping Center, south of Oman. Feel the difference. യാത്രാ സേവന രംഗത്ത് ഒരു പുത്തൻ ചുവടുവെപ്പുമായി ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ്. ലോകത്തെവിടേക്കുമുള്ള വിവിധ ടൂറിസം പാക്കേജുകൾക്കായി 24 മണിക്കൂറും സേവനം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒമാൻ സന്ദർശനത്തിനുള്ള പ്രത്യേക പാക്കേജ്. മസ്കറ്റിൽ മികച്ച സേവന പാരമ്പര്യവുമായി ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ്, CBD ഏരിയ, റുവി, സുൽത്താനറ്റ് ഓഫ് ഒമാൻ. പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി ദ വീക്ക് ഓഫ് ഒമാൻ. കൈക്കൂലി കേസിൽ ഒമാനിൽ തടവിൽ ശിക്ഷിക്കപ്പെട്ട മലയാളി വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലി ജയിൽ മോചിതനായി. എണ്ണ വിതരണ പൈപ്പ് ലൈൻ കരാർ നേടുന്നതിന് കൈക്കൂലി നൽകിയ കേസിലാണ് മുഹമ്മദ് അലി ജയിലിലായത്. റംസാൻ മാസത്തോടനുബന്ധിച്ചുള്ള പൊതുമാപ്പിന്റെ ഭാഗമായാണ് ജയിൽ മോചനം. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പുണ്യമാസം, ബദറിന്റെ ചരിത്രം കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ മാസം, പുണ്യങ്ങളുടെ പൂക്കാലം, വിശുദ്ധ റമദാൻ. റമദാൻ അർത്ഥം വെക്കുന്നത് പാപം കരിച്ചു കളയുക എന്നതാണ്. 11 മാസങ്ങളിലായി നാം ചെയ്തു പോയ പാപങ്ങൾ നാഥൻ കരിച്ചു കളയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പകൽ സമയങ്ങളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് രാത്രിയുടെ യാമങ്ങളിൽ സൃഷ്ടാവിന് മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന വിശ്വാസികൾക്ക് നാഥൻ കനിഞ്ഞരുളിയ റമദാൻ നമുക്കേവർക്കും അനുകൂലമാകട്ടെ. ഇനി ദൈവകാരുണ്യവും അനുഗ്രഹവും പെയ്തുറങ്ങുന്ന വ്രതശുദ്ധിയുടെ നാളുകളാണ്. ഷഹബാൻ 30 പൂർത്തിയാക്കിയാണ് ഒമാനിൽ റമദാൻ ആരംഭിച്ചത്. കേരളത്തിലും മറ്റ് ഗൾഫ് നാടുകളിലും തിങ്കളാഴ്ച റമദാൻ വ്രതം ആരംഭിച്ചിരുന്നുവെങ്കിലും വിശ്വാസികൾക്ക് ആത്മനിർവൃതിയുടെ മാസമാണ് റമദാൻ. ആത്മവിശുദ്ധിയുടെയും പാപമലിനീകരണത്തിൻ്റെയും പകലിരവുകളാകും ഇനി. അന്നപാനീയങ്ങളും സുഖച്ഛേദങ്ങളും ദൈവേച്ഛയ്ക്ക് വഴിമാറുന്ന പകലുകൾ. ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും ദൈവസ്മരണകളിലും മുഴുകി
ജീവൻ വെപ്പിക്കുന്ന രാവുകൾ. ദൈവത്തിൽ സ്വയം സമർപ്പിച്ച് പാപക്കറകൾ കഴുകി ആത്മാവിനെ സമാനമാക്കാൻ കെൽപ്പുള്ള ദിനരാത്രങ്ങൾ. രാവറ്റം വരെ മസ്ജിദുകളും വ്യാപാര സ്ഥാപനങ്ങളും തുറന്നിടുന്നു. ഹോട്ടലുകൾ പുലരുവോളം പ്രവർത്തിക്കും. പകൽ ഇവ അടഞ്ഞുകിടക്കും. റമദാന്റെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്ന് ഒമാൻ സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാന്യമായ വസ്ത്രധാരണ രീതിയും വേണമെന്നും പകൽ സമയങ്ങളിൽ പരസ്യമായി ഭക്ഷണം കഴിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശ്വാസികളുടെ സൗകര്യത്തിനായി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ജോലി സമയവും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ശരാശരി 15 മണിക്കൂറാണ് റമദാൻ വ്രതത്തിന്റെ ദൈർഘ്യം. രാജ്യത്ത് പലയിടത്തും ചൂട് 40 ഡിഗ്രി കഴിഞ്ഞ സാഹചര്യത്തിൽ നോമ്പെടുക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യരംഗത്തുള്ളവർ മുന്നറിയിപ്പ് നൽകി. മധ്യാഹ്ന വിശ്രമം പ്രഖ്യാപിച്ച് നിർമ്മാണ മേഖലയിലും പുറത്തും ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസമാകും. സംഘടനകളും വ്യക്തികളുമെല്ലാം ഇഫ്താറിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സോഹാർ, മസ്കറ്റ് തുടങ്ങിയ വിവിധയിടങ്ങളിൽ വൈവിധ്യമുള്ള ഭക്ഷണ വിഭവങ്ങളുമായി ഇഫ്താർ ടെന്റുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ആയിരങ്ങളാണ് ഇത്തരം ഇഫ്താറുകളിൽ പങ്കെടുക്കുന്നത്. മലയാളികളാണ് ഇഫ്താറുകൾ സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. മുൻ വർഷങ്ങളിൽ എന്ന പോലെ ഏതാണ്ട് എല്ലാ മലയാളി സംഘടനകളും ഇഫ്താറുകൾ ഒരുക്കും. കമ്പനികളും സ്ഥാപനങ്ങളും ഇഫ്താറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ ഹോട്ടലുകൾ വൈവിധ്യമാർന്ന ഇഫ്താർ മെനു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുമുണ്ട്. കസബ് വഴി ദുബൈയിലേക്ക് ഫെറി സർവീസ് ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ആളുകൾക്ക് ഗുണകരമായ റൂട്ട് ആയിരിക്കും ഇതെന്നും നോമ്പിന് ശേഷം പദ്ധതിയുടെ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും നാഷണൽ ഫെറി സർവീസ് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മഹദി അൽ അബ്ദുവാനി പറഞ്ഞു. ഒമാനി തുറമുഖങ്ങളിൽ നിന്ന് മേഖലയിലെ തുറമുഖങ്ങളിലേക്ക് കപ്പൽ യാത്രാ സൗകര്യം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഒമാനിൽ നിന്നുള്ള മത്സ്യ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 6 ഇനം മത്സ്യങ്ങളുടെ കയറ്റുമതി നിരോധിച്ചും ചില ഇനങ്ങളുടെ കയറ്റുമതിയിൽ ഭാഗിക നിരോധനം ഏർപ്പെടുത്തിയുമാണ് കാർഷിക ഫിഷറീസ് മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. വേനലിലും റമദാൻ മാസത്തിലും വിപണി കണക്കിലെടുത്താണ് ഈ തീരുമാനം. മത്സ്യബന്ധന കുറവുള്ള ഈ സമയത്ത് ആവശ്യം ഏറെയായിരിക്കുമെന്നത് കണക്കിലെടുത്ത് നിരോധനം ഏർപ്പെടുത്തിയതെന്നും അയക്കൂറ, ചൂര, ഹമോർ, ട്യൂണ, എംബറർ മത്സ്യങ്ങളുടെ കയറ്റുമതിയാണ് നിരോധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയുടെ പേരിൽ വരുന്ന വ്യാജ കോളുകൾ സൂക്ഷിക്കണമെന്ന് എംബസി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പിഴകളടയ്ക്കുക, ജനനത്തീയതി, പാസ്പോർട്ട്, ലേബർ കാർഡ്, വിസ, എമിഗ്രേഷൻ നടപടികൾ തുടങ്ങിയവയ്ക്ക് എംബസിയിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ ശരിപ്പെടുത്തുന്നതിന് പണം ആവശ്യപ്പെട്ട് കോളുകൾ വരുന്നത് ശ്രദ്ധിക്കണമെന്നും ഇത്തരക്കാർ ആവശ്യപ്പെടുന്ന പണം നൽകരുതെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇത്തരം കോളുകൾ ലഭിക്കുന്നവർ 24684517 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും എംബസി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വസ്ത്രവ്യാപാര രംഗത്തെ ഒമാനിലെ പ്രമുഖ സ്ഥാപനമായ ആയിന റെക്സിലിസിന്റെ ഏറ്റവും പുതിയ ശാഖ റൂവിയിലെ വെസ്റ്റ് ഗേറ്റ് മാളിൽ പ്രവർത്തനമാരംഭിച്ചു. സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത സിനിമാ താരം മമത മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ആയിനയെ ഒമാനിലെ നവീനവും ഇന്ത്യൻ പരമ്പരാഗത രീതിയിലുള്ളതുമായ വസ്ത്രങ്ങളുടെ ഒരു നാമമാക്കി തീർത്ത ഉപഭോക്താക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി ആയിനയുടെ മാനേജിംഗ് ഡയറക്ടർ ജൂലിയാന ജാബിർ അറിയിച്ചു. ഇലക്ട്രോണിക് സെക്യൂരിറ്റി രംഗത്തെ പ്രമുഖ കമ്പനിയായ ബെനിറ്റ്കോയുടെ ഒമാനിലെ വിതരണക്കാരായ ഗൾഫ് പയനീർ സ്റ്റാർ അവരുടെ 3ാമത്തെ ഷോറൂം അൽഗോബ്രയിൽ ഭവാൻ എഞ്ചിനീയറിംഗിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക രീതിയിലുള്ള എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും മികച്ച രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുമെന്നും കമ്പനികളുടെ ഇലക്ട്രോണിക് സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുന്ന ബിസിനസ് എഞ്ചിനീയറായ സതീഷ് ദിവാകരൻ പറഞ്ഞു. സോഹാർ ഏരിയ KMCC റമദാനിൽ 50,000 പേർക്ക് നോമ്പ് തുറയൊരുക്കും. 1500 പേർക്ക് നോമ്പ് തുറക്കാനും നമസ്കരിക്കാനും സാധിക്കുന്ന ഇഫ്താർ ടെന്റ് സോഹാർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 55 അംഗ വാളണ്ടിയർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ഇഫ്താർ ടെന്റിന്റെ പ്രവർത്തനം. ഇതോടൊപ്പം വികലാംഗരായ 250 സ്വദേശികൾക്ക് വികലാംഗ അസോസിയേഷൻ, സാമൂഹികക്ഷേമ മന്ത്രാലയം എന്നിവരുമായി ചേർന്ന് ഇഫ്താർ ഒരുക്കാനും പദ്ധതിയുണ്ട്. ഇവർക്ക് പ്രത്യേക ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യും. 2 വെള്ളിയാഴ്ചകളിലായി സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, മജ്ലിസ് ശൂറ അംഗങ്ങൾ, സാമൂഹിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർക്കായി സമൂഹ നോമ്പുതുറയും ഒരുക്കും. 14 ജില്ലകളിലെ 20ഓളം നിർധന കുടുംബാംഗങ്ങളുടെ വിദ്യാഭ്യാസ, ചികിത്സാ ചെലവുകളും KMCC വഹിക്കും. ഇഫ്താർ ടെന്റിലെ നോമ്പുതുറയ്ക്ക് മുമ്പ് പ്രാർത്ഥനാ സദസ്സുകൾ, പ്രഭാഷണങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. KMCC പ്രസിഡന്റ് TC ജാഫർ,
ജനറൽ സെക്രട്ടറി കെ യൂസഫ് സലീം, ട്രഷറർ അഷ്റഫ് കേളോത്ത്, എക്സിക്യൂട്ടീവ് അംഗം ഫിനോജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. Freshness all around, there's a whole lot of love, smiling faces, there's a whole lot of joy. Feel the difference, magic in the air, feel the difference, children having fun, moments are beautiful. Mars Hypermarkets and Shopping Center, south of the Oman. Feel the difference. നിങ്ങളുടെ മൊബൈൽ ഫോണിന് ആവശ്യമായ സാധനങ്ങൾ ഒരു കുടക്കീഴിൽ. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. എല്ലാത്തരം മൊബൈൽ ഫോൺ അക്സസറീസും മിതമായ വിലയിൽ. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. തഡ്മൂർ ട്രാവൽ ആൻഡ് ടൂർ. ലോകത്തെവിടെയുമുള്ള വിമാന ടിക്കറ്റ് മിതമായ നിരക്കിൽ. തഡ്മൂർ ട്രാവൽ ആൻഡ് ടൂർസ്, മവാസലാത്ത് ബസ് സ്റ്റാൻഡിന് സമീപം, റൂവി. ടെലിഫോൺ 24798555. ബ്രാഞ്ച് റൂവി ഹൈ സ്ട്രീറ്റ്, ബാങ്ക് മസ്കറ്റിന് സമീപം. ടെലിഫോൺ 24830685. തഡ്മൂർ ട്രാവൽ ആൻഡ് ടൂർസ്. കൊച്ചു കൊച്ചു കുസൃതികൾ. അവൻ അടുത്തുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവൻ മാത്രമല്ല, കുടുംബത്തിലെല്ലാവരും ചേരുമ്പോൾ നിമിഷങ്ങൾ ഓരോന്നും ആഘോഷമാണ്. എന്തിനും ഏതിനും എനിക്കെന്റെ കുടുംബമുണ്ട്. മാധ്യമം കുടുംബം കൂടെയുണ്ട്. അസ്സലാമലൈക്കും. റംസാൻ കരീം. മാസ് ഹൈപ്പർ മാർക്കറ്റിലെ ചാറ്റ് ആൻഡ് വിൻ ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രേഹ രാജേഷ്. ഇന്നിവിടെ കുറച്ച് റംസാനിലെ വിശേഷങ്ങളും പിന്നെ മാസിനെ കുറിച്ചുള്ള വിശേഷങ്ങളും പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ റംസാൻ എന്ന് പറഞ്ഞാൽ, ഒമാനിലെ റംസാൻ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ എല്ലാ ബാച്ചിലേഴ്സും ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി, അവരെ നാട്ടിലെങ്കിൽ അവർ വീട്ടിലോട്ട് പോയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് അവരെ ജോയ് ആൻഡ് ലവ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു റംസാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു റംസാൻ, ഒമാനിലെ റംസാൻ. ഇനി മാസിനെ കുറിച്ചുള്ള വിശേഷം ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ ചാറ്റ് ആൻഡ് വിൻ പോലെ തന്നെ ഇവിടുത്തെ സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഓഫർ ഉണ്ട്. ഇത് സ്ക്രാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒമാനി റിയാൽ 25,000. അപ്പം വേഗം ഇവിടെ വരണം. സ്ക്രാച്ച് ആൻഡ് വിൻ. Mars Hypermarket Barka, Oman. എന്താ സെലക്ഷൻസ് അല്ലേ. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പം ഇവിടെ തന്നെ നിന്ന് സെലക്ഷൻസ് നോക്കാൻ തോന്നും. കാരണം ഇവിടുത്തെ 50% ഡിസ്കൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മാസിൽ തന്നെ വേണം. ഇവിടുത്തെ പേർപ്പിൾ ബൈസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു സെക്ഷൻ്റെ പേര്. അപ്പോൾ ഇവിടെ വരണം, വേഗം വാങ്ങിച്ചിട്ടൊക്കെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഇട്ടിട്ടൊക്കെ നോക്കാം. ഓക്കെ, കാരണം റംസാൻ അല്ലേ. അവിടുത്തെ ഡിസ്കൗണ്ട് കഴിഞ്ഞു, ഇനി ഇവിടെ വേറെ ഡിസ്കൗണ്ടാണ്. ബുർക്ക നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഈ ബുർക്കയാണ് ഇവിടുത്തെ 30% ഡിസ്കൗണ്ടിൽ. അതുകൊണ്ട് വേഗം വരണം. ഇതും ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകണം. കാരണം എല്ലാ സെക്ഷനിലും ഓരോരോ ഡിസ്കൗണ്ടാണ്. അതാണ് മാസിലെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടുത്തെ ചുരിദാർ നോട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ ബ്ലോക്കായിരിക്കുകയാണ്. കാരണം നമ്മൾ യൂഷ്വലി എല്ലാം ഹൈപ്പർ മാർക്കറ്റ്സിലും കാണുന്നത് യൂഷ്വലി വലിയ ബുർക്കാസാണ്. ഇവിടെ പക്ഷേ കുഞ്ഞു കുട്ടികൾക്കും പോലും ബുർഖാസ് ഉണ്ട്. അത് ഓൾസോ ഡിസൈൻഡ്, ഹാൻഡ്സ് ഒക്കെ വളരെ നല്ലപോലെ ഡിസൈൻഡ് ആണ്. ഒരു സൂപ്പറാണ് ഇവിടുത്തെ മാസ് എന്ന് പറഞ്ഞ ഒരു ഫീൽ ദ ഡിഫറൻസ് ആണ്. ഇത് ആക്ച്വലി മേക്ക് us ഫീൽ ദ ഡിഫറൻസ്. Mars Hypermarket Barka, Oman. റംസാൻ കരീം ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സെക്ഷനിലും ഓരോ ഡിസ്കൗണ്ടുമാണ്. ചിലപ്പം 50%, ചിലപ്പം 30%, ചിലപ്പോൾ 40%. ഞാനിപ്പോൾ നിൽക്കുന്നത് 40%. അടിപൊളി ഡ്രസ്സ് സെലക്ഷൻസ് ആണ്. കുട്ടികൾ ഈ റംസാൻ കരീമിന് വെയിറ്റ് ചെയ്യുന്നത് നല്ല കുപ്പായകളും നല്ല ഡ്രസ്സസും അവർക്ക് ഗിഫ്റ്റായി നൽകാനാണ്. ഡ്രസ്സ്, ഫുഡ് മെറ്റീരിയൽ കഴിഞ്ഞ് സ്റ്റാച്യൂസാണ് ഞാൻ ഇന്നത്തെ പറയാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഈദിന് പറ്റിയൊരു, റംസാന് പറ്റിയൊരു സ്റ്റാച്ചു ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ സ്റ്റാച്യൂസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റംസാനുമായിട്ട് കുറച്ചൊരു സാമ്യമുണ്ട്. കാരണം യെസ്, ഇതാണ് നമ്മുടെ
ഫാമിലി റംദാൻ ഫാമിലി ബാസ്ക്കറ്റ്, ഇതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഇവിടെ വന്നാൽ, ഈ റംദാൻ സീസണിൽ ഇവിടെ വന്നാൽ, ഇവിടെ ഷോപ്പിംഗ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഫാമിലി ബാസ്ക്കറ്റാണ്. ഇത് വേണമെങ്കിൽ വേഗം ഇങ്ങോട്ട് വരണം, വേഗം ഷോപ്പിംഗ് ചെയ്യണം. കാരണം ഇത് അത്ര നേരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, റംസാൻ ഉള്ള വരെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമുക്കിനി അടുത്ത ഓഫറിലോട്ട് പോവാം. Mars Hypermarket Barka, Oman. ഇനിയാണ് നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് മൊമെൻറ്റ്. നാട്ടിൽ മാത്രമല്ല മാർസിലും കിട്ടും നല്ല ഫ്രഷ് മാംഗോസ്. ഇവിടുത്തെ മാങ്ങ ഫെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവോ? ഇല്ല. അപ്പം ഇവിടുത്തെ മാങ്ങ ഫെസ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടർഫുൾ ഓഫർ. കുറേ ഓഫേഴ്സൊക്കെ കേട്ട് നിങ്ങൾക്ക് ഭയങ്കര കൊതിയായിട്ടുണ്ടാവും അല്ലേ, മാർസിൽ വേഗം വേണം, ഷോപ്പിംഗ് ചെയ്യണം എന്നൊക്കെ. എനിക്കും അതേപോലത്തെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏതായാലും വൈൻഡപ്പ് ആയിട്ട് വേണ്ടേ ഇതൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ എനിക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ മാസ് ഹൈപ്പർ മാർക്കറ്റിലെ ചാറ്റ് ആൻഡ് വിൻ ഷോ ഇവിടുന്ന് തൊട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. റമദാനിലെ എപ്പിസോഡ് ആൻഡ് ഓഫേഴ്സ് ഇവിടെ നിന്ന് തീരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം JK Films and Music, നിയർ അൽമഹ പെട്രോൾ സ്റ്റേഷൻ, വാദി കബീർ. ടെലിഫോൺ 24812000. റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച പുതിയൊരു അധ്യായമായി വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.